ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ LCM HCFിൻ്റെ പാർട്ട് 3 ആണ് നോക്കാൻ പോണത്, അല്ലെങ്കിൽ അതിൻ്റെ പഠിക്കാൻ പോണത്. HCF ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. എന്താണ് അതിൻ്റെ പാർട്ട് 3 ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ. 25 ക്വസ്റ്റ്യൻസ്, അതിൽ 3 ടൈപ്സ് ഉണ്ട്. എന്നിട്ട് ഓരോ ടൈപ്പിന് അത്യാവശ്യം നമ്മൾ എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഓരോ ടൈപ്പ് നന്നായിട്ട് പ്രാക്ടീസ് ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ഉണ്ട് ഇതിൽ ഇൻക്ലൂഡഡ്. ഞാൻ നമ്പറിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അതിൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതേ ടൈപ്പിലുള്ള വേറെ ക്വസ്റ്റൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഞാൻ ഇപ്പം കൂടുതൽ സംസാരിച്ചൊന്നും നമ്മളെ സമയം കളയുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ് പഠിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫാൽത്തു സംസാരിക്കുന്നത് അനാവശ്യമായി സംസാരിച്ച് സമയം കളയാനുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ചോദ്യമാണ് എൻ്റെ നിങ്ങളോട്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു സിമ്പിൾ ചോദ്യം എന്താണ്? ഞാൻ ഇപ്പം പറയാണ് 26 എന്നുള്ള സംഖ്യ ഉണ്ട്, 36 എന്നുള്ള സംഖ്യ ഉണ്ട്, എന്നിട്ട് 46 എന്നുള്ള സംഖ്യ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 സംഖ്യകളുണ്ട്. ഈ 3 സംഖ്യകളെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഏതോ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 3 സംഖ്യയും ഡിവൈഡ് ആവും. എന്നിട്ട് എല്ലാവരും എന്താണ് കോമൺ ആയിട്ട് ഒരു റിമൈൻഡർ അല്ലെങ്കിൽ റിമൈൻഡർ 1 ആയിട്ട് തരും. റിമൈൻഡർ എന്താണ്? 1 വരും. ഇതിനെ യാതൊരു സംഖ്യ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ ഒരു നമ്പർ, പർട്ടിക്കുലർ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ആ എക്സ് എന്നുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ 1 എന്നുള്ള സംഖ്യ എല്ലാത്തിലും എക്സ്ട്രാ ആണ്. ആ 1 എന്നുള്ള സംഖ്യ നമ്മൾ എടുത്തു കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന സംഖ്യ എന്താണോ അത് ആ ഒരു പർട്ടിക്കുലർ ഡിജിറ്റ് ഉണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ നമ്പർ, ദാറ്റ് ഈസ് എക്സ് കൊണ്ട് ഡിവൈഡ് ആയി പോകുമെന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതിൽ 3ലും 1 ആ ഒരു പർട്ടിക്കുലർ നമ്പർ, ദാറ്റ് ഈസ് എക്സ് എന്ന് നമ്മൾ കണക്കാക്കിയ എക്സ് എന്ന് ഈ 3നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 റിമൈൻഡർ വരുമെന്ന് പറഞ്ഞു. റിമൈൻഡർ 1 വരുമെങ്കിൽ നമ്മൾ എല്ലാത്തിൽ നിന്ന് 1 മൈനസ് ചെയ്ത് നോക്കുക. ഓക്കെ, 1 മൈനസ് ചെയ്യാം. ഞാൻ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം. ഇവിടെ ഉണ്ട് 16 എന്നുള്ള സംഖ്യ ഉണ്ടെന്ന് വെച്ചോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയായി? 3 തവണ ഉണ്ട്, 15 ഉണ്ട്, അല്ലേ? 15 പ്രോപ്പർ മൾട്ടിപ്പിൾ ആണ്. എന്നിട്ട് അതിനുശേഷം റിമൈൻഡർ എത്ര വന്ന്? 1 തന്നെ. 1 റിമൈൻഡർ വന്നു അവിടെ. അപ്പം എന്താണ് അർത്ഥം? ഈ 16ൽ ഈ 1 കുറച്ചിരുന്നെങ്കിൽ നമുക്ക് 15 കിട്ടും. ആ 15 എന്താണ്? ഈ 5 എന്ന് പറയുന്ന സംഖ്യ നമ്മളിവിടെ എക്സ് എന്ന് കണക്കാക്കിയ ആ 5 എന്നുള്ള സംഖ്യയുടെ പ്രോപ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് അവിടെ ഉദ്ദേശം വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കാര്യം മനസ്സിലായ? ഓക്കെ, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ എടുത്തു തരാം. ഇപ്പം 38 എന്നുള്ള സംഖ്യ എടുക്കാം. 38 ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് 6 കൊണ്ട്. 38നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ടൈംസ് വരും 38ൽ 6 ടൈംസ്. അപ്പോൾ എത്ര വരും നമുക്ക്? 36. എന്നിട്ട് ബാക്കി റിമൈൻഡർ എത്ര വരണം? 2. ഇനി ഞാൻ പറയാണ് ഈ ഒരു സംഖ്യ 38നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 38നെ ഒരു പർട്ടിക്കുലർ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരണം നമുക്ക് റിമൈൻഡർ. ഇതാണ് റിമൈൻഡർ, നിങ്ങൾക്ക് അറിയാന്നുള്ളത്. ബാക്കി വരണത് ശിഷ്ടം വരണം എന്ന് പറയാം, അല്ലെങ്കിൽ റിമൈൻഡർ വരുന്നത് അതെന്താണ്? 2 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 റിമൈൻഡർ വരണമെങ്കിൽ ആ ഒരു സംഖ്യ, ഈ സംഖ്യയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു സിംഗിൾ നമ്പർ പറയണേ. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 3ലും ഒരേ സെയിം റിമൈൻഡർ. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 44 ആണ് അടുത്ത നമ്പർ. അതിനുശേഷം നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 ആണ് നമ്പർ എന്ന് പറഞ്ഞ്. ഇതിനെ എല്ലാത്തിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഞാൻ. 6 ഇവിടെയും 6. ഓക്കെ, ഡിവൈഡ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഇത് എത്രയാണ്? 7 ടൈംസ് 42 തന്നെ. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്ര വന്ന്? 2 വന്നു തന്നെ. കറക്റ്റ് ആണോ? ശരി. അടുത്ത കേസിൽ നോക്കാം. ഇവിടെ എന്താണ്? 8 ടൈംസ് എത്ര ആവും? 48. റിമൈൻഡർ എത്ര വന്നു? 2. അപ്പോൾ എല്ലാ കേസിലും നമ്മൾ എന്ത് കണ്ടു? റിമൈൻഡർ 2 എന്ന് വന്നു തന്നെ. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 26, 36, 46 ഇതിൽ ആ ഒരു നമ്പർ ആയിരിക്കും. യാത് നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ സംഖ്യ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, 1 എന്നുള്ള റിമൈൻഡർ കിട്ടണം. അപ്പോൾ 1 എന്നുള്ള റിമൈൻഡർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ സംഖ്യ എത്രയാണ്? 25, 35 പിന്നെ 45. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ HCF എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോമൺലി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? 3ലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ?
മൂന്നിലും ആ ഒരു സംഖ്യ ഉണ്ട്, ആ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം എല്ലാത്തിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്താണ് 5 ആണ്. അതുകൊണ്ട് ഇത് എന്തായാലും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 പിന്നെ 7 പിന്നെ 9. അപ്പോൾ ഇതിന് ഇനി എന്തെങ്കിലും ഫർദർ കോമൺ ഡിവിസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്തറിയാം, ആ ഒരു സംഖ്യ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് 5 ആണ് അങ്ങനത്തെ ഒരു സംഖ്യ വിച്ച് വിൽ ഡിവൈഡ് ദിസ് നമ്പർ ആൻഡ് ഗീവ് എ റിമൈൻഡർ 1 എന്നുള്ള റിമൈൻഡർ അവർ എപ്പോഴത്തരും ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഈ സംഖ്യ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കേസിലും നമുക്ക് എന്താണ് 1 എന്നുള്ള റിമൈൻഡർ കിട്ടും, ഉറപ്പാണ് അത് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാമിൽ അതൊരു പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവരെന്താണ് ചോദിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതായിരിക്കണം ഈ ഒരു കേസ് നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ബൈ വിച്ച് ഡിവൈഡിങ്. ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ HCF ആണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ആ ടെർമിനോളജീസ് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഇടേണ്ട കാരണം അത് തന്നെയാണ്, ടെർമിനോളജി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതൊക്കെ പല എക്സാംസിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ബൈ വിച്ച് ഡിവൈഡിങ് 252 ആൻഡ് 1036 ലീവ്സ് ദ റിമൈൻഡർ 12. 12 എന്നുള്ള റിമൈൻഡർ ആണ് നമുക്ക് വരുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 12. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് സമയം തരാം ഞാൻ ചെയ്യാൻ. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള എന്താണ് 252. 12 റിമൈൻഡർ, 2 കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 റിമൈൻഡർ ആണ്. അപ്പോൾ ഈ നമ്പറിൽ 12 കുറയ്ക്കണം. ഓക്കെ, 12 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 12 കുറയ്ക്കുകയാണെങ്കിൽ എത്രയാണ്? 252 എന്ന് 12 കുറച്ച് എത്രയാണ്? 12 കുറച്ച് എത്ര വരും? 252 - 12 എത്ര വരും? 240 അല്ലേ? 240 തന്നെ. ശരി, അടുത്ത അപ്പോൾ നമ്മളെ ഫസ്റ്റ് സംഖ്യ എന്തായി? 240. അടുത്ത 1036 അതിൽ നിന്ന് 12 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും നമുക്ക്? 1024. അപ്പം നമുക്ക് 2 സംഖ്യ കിട്ടിയാൽ നമ്മളത് HCF കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള 2 സംഖ്യ കിട്ടിയാൽ 1024. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ബൈ വിച്ച് ഡിവൈഡിങ്. ഓക്കെ, ഈ പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 എന്നുള്ള എന്താണ് കിട്ടുന്നത്? റിമൈൻഡർ കിട്ടും. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫുള്ളായിട്ട് മൾട്ടിപ്പിൾ ആയി അല്ലെങ്കിൽ ഡിവൈഡ് ആയി പോകാൻ സാധ്യതയുള്ള നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളെ ടാസ്ക് വെറും സിമ്പിൾ ആണ്. എന്താണ്? ഇത് രണ്ടിൻ്റെ HCF കണ്ടെത്തുക. ഇതിൻ്റെ HCF കണ്ടെത്താൻ നമുക്ക് പറ്റുമല്ലേ? പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? പറ്റാത്ത എന്താണ്? ഇനി നിങ്ങൾ ഇതിൻ്റെ HCF ഒന്ന് കണ്ടെത്തേ. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞുതരാം നിങ്ങൾക്ക്. HCF എന്തായാലും നിങ്ങൾക്ക് അറിയാം കണ്ടെത്താൻ. കണ്ടുപിടിച്ചോ? അത് രണ്ടിൻ്റെ HCF ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൂടുതൽ ഞാൻ സമയം തരൂല്ല. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. കാരണം വീഡിയോയുടെ ലെങ്ത് അങ്ങ് ഒരുപാട് കൂടി പോയാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങളെ സമയം പോകും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നിങ്ങളെ ടൈം സേവ് ചെയ്യുക എന്നാണ്. സോറി. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നോക്കുക. ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ സംഖ്യ മാത്രം നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഡിഫറൻസ് മെത്തേഡ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിൻ്റെ ഡിഫറൻസ് തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡിഫറൻസ് മെത്തേഡ് എടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഫാക്ടേഴ്സ് എടുക്കാം അല്ലേ? പ്രൈം ഫാക്ടേഴ്സ് എടുക്കാം. അത് നമ്മൾ കളർ മാറ്റാം. ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 24 × 10 ആക്കാം. വേണമെങ്കിൽ 24 × 10 ആക്കാം, അല്ലെങ്കിൽ 48 × 10 ആക്കാം. നമ്മൾ ഇന്നലെ നോക്കിയ ഒരു എക്സാമ്പിൾ തന്നെ 48 × 5 വരും. ഓക്കെ, 48 × 5. ഓക്കെ, അതാ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണം നിങ്ങളുടെ രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് 24 അല്ലെങ്കിൽ ശരി 2 കൊണ്ട് തന്നെ എടുക്കാം. നമുക്ക് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 120. ഫർദർ 2 കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പണിയാവും. ഇത് 60. ഫർദർ 2 എടുക്കുകയാണെങ്കിൽ എത്ര? 30. ഫർദർ 2 എടുക്കുകയാണെങ്കിൽ 15 എന്നിട്ട് 2. ഇനി ഈ 15നെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 3 × 5. ഓക്കെ, ഈ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 2 2 2. അപ്പോൾ 2 എത്ര തവണയാണ്? 4 തവണ. 2⁴ × 3⁴ × 5. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ 2⁴. 2⁴ എന്ന് പറഞ്ഞാൽ 16 കൊണ്ട് ഇത് ഡിവൈഡ് ആവുമോ നോക്കണം. 16 കൊണ്ട് ഡിവൈഡ് ആവുമോ? ഓക്കെ, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. ഓക്കെ, ശരി. ഇത് നമ്മൾ 2⁻10 ആണല്ലോ. അപ്പോൾ മിക്കോ 16 കൊണ്ട് ഡിവൈഡ് ആവണം. അപ്പോൾ 2⁻10 ആണെങ്കിൽ ഇത് 16 എന്ന് പറയുമ്പോൾ കട്ടാവും. 16 എന്ന് പറയുമ്പോൾ 6 ടൈംസ് പിന്നെ വരുന്നത് 64 ആവും. 16 ഉണ്ട്. നമ്മൾ HCFൽ നമുക്ക് 2⁴ എന്തായാലും എഴുതാം. ഇനി 3ൻ്റെ നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇതിനെ? 3 കൊണ്ട് കട്ട് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ഇതാണെങ്കിൽ 6 + 1 7 പോകില്ല. 3 കൊണ്ട് പോകില്ല. അപ്പോൾ ഇത് നമ്മളെ ആൻസർ അല്ല. സോറി, ഇത് നമ്മൾ ആൻസർ എന്നല്ല. ഇത് നമുക്ക് HCFൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് അടുത്ത് 5ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. അതുകൊണ്ട് 5 ഒരിക്കലും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ആൻസർ എന്താണ്? HCF ദാറ്റ് ഈസ്
10^4. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 16 ആണ് നമ്മളെ HCF. HCF അല്ലെങ്കിൽ ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈക്വൽ ടു 16 ഓർ എന്താണ് ഈ ഡിവൈഡ് ചെയ്യണ സംഖ്യ അതെന്താണ്? 16 ആണ്. ഓക്കെ, ശരിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്തോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, അതനുസരിച്ച് സോൾവ് ചെയ്തോ നിങ്ങൾ പെട്ടെന്നാവട്ടെ. നിങ്ങൾക്ക് ടൈമർ ഞാൻ ഇട്ട് തരാം. വരുന്നില്ല, അത് മൂവ് ചെയ്യാൻ പറ്റില്ല. അയ്യോ സോറി. നിങ്ങൾക്ക് 30 സെക്കൻഡ് തരാം, 30 സെക്കൻഡ്സ് തരാം. ഇതിൽ നോക്കിയോ. ഓക്കെ, 30 സെക്കൻഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങോട്ടേക്ക്. 30 സെക്കൻഡ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം എന്തായാലും. ഓക്കെ, 6 എന്താണ് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 റിമൈൻഡർ വരുന്നുണ്ട്. കോമൺ ആയിട്ട് 2ന്റെ കേസിൽ 6 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംഖ്യ എന്താണ്? ഇവിടെ ചുവപ്പല്ലേ നമ്മളുടെ ചുവപ്പ്. ഓക്കെ, 2 സംഖ്യ നമ്മൾ എന്താണ്? 270 അല്ലേ? 276 6 കുറച്ചാൽ 270. 573 6 കുറച്ചാൽ എത്രയാവും? 567. ശരി, ഇതാണ് നമ്മൾ ആക്ച്വൽ 2 സംഖ്യ. ഇതിൻ്റെയാണ് HCF നമുക്ക് കണ്ടെത്തേണ്ടത്. ഇന്ന് HCF കണ്ടെത്തിയാൽ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻസ് മെത്തേഡ് എടുക്കാം. പക്ഷേ ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 300ൻ്റെ അടുപ്പിച്ച് പോകും. ഇതിൻ്റെ ഒന്നും കാട്ടി വലുത് തന്നെ വരുള്ളൂ. അപ്പോൾ ഇതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ഇത് 27 × 10 ആണിത് അല്ലേ? 270 എന്ന് പറഞ്ഞാൽ എന്താണ്? 27 × 10 തന്നല്ല? ശരി, അപ്പോൾ ഇതിനെ ഒന്ന് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം. 2 എന്നിട്ട് 5. ഇത് 5 കൊണ്ട് പോവില്ല. ഇത് 2 കൊണ്ട് പോവില്ല. കാരണം ഇത് ഈവൻ നമ്പറാണ്. ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് എന്താണ്? ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് എന്താണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിനെ ഒരിക്കലും ഈവൻ നമ്പർ പ്രോപ്പർലി കട്ട് ചെയ്യില്ല, അത് ഡെസിമൽസിൽ പോകും. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും എന്തായാലും നമ്മൾ റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ 27 ഉണ്ട്. 27നെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 27 ഇതിൽ എത്രയാണ്? 2 തവണ വരും അല്ലേ? പിന്നെ 27 2 തവണ. പിന്നെ ഇവിടെ നിന്ന് എത്ര? 27. കറക്റ്റ് ആണല്ലോ, 21. അപ്പോൾ നമുക്ക് നമ്മളെ HCF കിട്ടി. എന്താണ്? HCF ഈക്വൽ ടു 27. ഓക്കെ, അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് HCF എടുക്കാം. നിങ്ങൾക്ക് HCF എടുക്കാൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലൊരു ടെൻഷനുള്ള കാര്യമൊന്നും ഇല്ല, നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ? അടുത്ത ക്വസ്റ്റൻ നോക്കാം. പെട്ടെന്നാവട്ടെ, ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ നോക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ടൈം തരാം. 40 സെക്കൻഡ് തരാം. ട്രൈ ചെയ്തോ. 40 സെക്കൻഡ്സ് തരാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യാനൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടു. ചെയ്യണത് എങ്ങനെയാണ് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി നോക്കിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇവിടെ പുറത്തു പോകുന്നുണ്ട്. ഇതാ സമയം കഴിഞ്ഞ് നമ്മൾ 40 സെക്കൻഡ്. നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ എത്ര? 17 ആണ് റിമൈൻഡർ വന്നിട്ടുള്ളത്. രണ്ടിലും എന്താണ്? ഒരു നമ്പർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്. ഇതൊക്കെ ടെർമിനോളജിയാണ്. HCF ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടേംസ് ആണ്. ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ബോത്ത് ദ നമ്പർ ആൻഡ് ലീവ്സ് എ റിമൈൻഡർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ HCF ആണ് എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കും. ഒരിക്കലും എക്സാമിൽ അവർ ചിലപ്പോഴൊക്കെ എഴുതിക്കും HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന്. അല്ലാത്ത കേസുകളിൽ ഇങ്ങനെ വരാണെങ്കിൽ നിങ്ങൾക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാമല്ലോ ഈ ക്വസ്റ്റ്യന്. ശരി, 17 റിമൈൻഡർ വരുന്നുണ്ട്. 5 to 7 അല്ലേ? 5 to 7 17 മൈനസ് ചെയ്യണമെങ്കിൽ എത്രയാണ്? ഇത് വരുമ്പോൾ 510 ആവും. സോറി, ഫസ്റ്റ് നമ്പർ എത്രയാവും? 510. സെക്കൻഡ് നമ്പർ എന്താണ്?
952 ആണ്. 952 നമ്മൾ 17 മൈനസ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 17 മൈനസ് ചെയ്തോ 935 വരും. ചെയ്ത് നോക്കും നിങ്ങൾ 935. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാനാണ് എളുപ്പം, അതാ ഈ സംഖ്യയുടെ ഇത് കണ്ടുപിടിക്കാനാണ് എളുപ്പം? നോക്കുക, ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടിപ്പോൾ എത്ര വരും? 425 വരും. 425. ഓക്കെ, 425 എന്നുള്ളത് വരും. അല്ലാതെ നോക്കുകയാണെങ്കിൽ 510. ഓക്കെ, എന്തായാലും 425 തന്നെ എളുപ്പം അല്ലേ? അപ്പോൾ നമുക്കത് നോക്കിയാൽ പോരെ, കഷ്ടപ്പെടണം തന്നെയാണ്. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ ഗ്യാപ്പ് എത്രയാണ്? 425. 425 നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 5 കൊണ്ട് പോകുന്ന എന്തായാലും കണ്ടറിയാം. അപ്പോൾ 5 ഉണ്ടെങ്കിൽ എത്രയാണ്? ഇതിൽ ബാക്കി എത്ര വരും? 8 ടൈംസ് പിന്നെ 25 എന്ന് പറയുമ്പോൾ 5 തവണ 85. ഓക്കെ, ശരി. 425 എന്തായാലും ഡിവൈഡ് ചെയ്യില്ലെന്ന് അറിയാം. അപ്പോൾ 1 ടൈംസ് എന്തായാലും പോണില്ല. അപ്പോൾ ഈ 5 ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ടിലും 5 ഉണ്ടല്ലോ പറയുമ്പോൾ. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇഷ്യൂ ആയിരിക്കും. 5 കൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 85 കൊണ്ട് പോകണമെന്ന് നോക്കാം. 85 കൊണ്ട് പോകണമെങ്കിൽ ഈ 5ൻ്റെ ഇഷ്യൂ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. ഓക്കെ, 85 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 85ൻ്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 10 വരണമെങ്കിൽ ഓബ്വിയസ്ലി ഇവിടെ എന്തായിരിക്കണം? ഇൻറ്റു എന്തായിരിക്കണം? ഇൻറ്റു ഏതെങ്കിലും ഓഡ് നമ്പർ, സോറി ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് നമുക്ക് 85 ആണ്. 85 510 അടുപ്പിച്ച് എത്തണമെങ്കിൽ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 ആയിരിക്കും ഏറ്റവും ക്ലോസസ്റ്റ് അല്ലേ? 8 × 6 എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ അതാണ് 8 × 6 48 ആണ്. അപ്പോൾ 85 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത് തന്നെയാണ് ആൻസർ. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി കാണിക്കുകയാണ്. 0 6 × 8 എത്രയാണ്? സോറി, ഇത് 3. 6 × 8 എത്രയാണ്? 48. 48 എന്ന് പറയുമ്പോൾ 510. ഓക്കെ, ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യണില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ള കാര്യം. നിങ്ങൾക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആൻസർ അല്ല, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുമോ ഇല്ല എന്നുള്ള ചോദ്യം, അതിന് ആൻസർ എടുക്കണം നമ്മൾ. ഇതൊക്കെ 85 ഇത് 93 എത്ര തവണ ഉണ്ട്? 1 തവണ. ഓക്കെ, 1 തവണ ഉണ്ട്. പിന്നെ ബാക്കി വരണ എത്രയാണ്? ശിഷ്ടം 8 85 എന്ന് പറയുമ്പോൾ അതും 1 തവണ എന്ന് പറഞ്ഞാൽ 11 അല്ലേ? അപ്പോൾ ബേസിക്കലി നമുക്കറിയാം എന്താണ്? 85 ആണ് ആ സംഖ്യ. HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? HCF = 85. കാരണം എന്താണ്? ഈ 5 എടുക്കാത്തതിൻ്റെ കാരണം മനസ്സിലായോ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ 425 ആവും. 425 ആയി കഴിഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യൂല. അതുകൊണ്ട് അത് HCF അല്ല. HCF എന്താണ്? സോറി, HCF എന്നാണ് 85 ആണ്. ഓക്കെ, കാരണം 85 മാത്രമേ ചെയ്യുള്ളൂ. HCF = 85. ഇനി കാരണം ഒരു കാര്യം പറയാം, ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയരുത്. ഒരിക്കലും എക്സാമിൽ ഒരു ഇങ്ങനെ ചെയ്ത് കളയില്ല. നമ്മൾ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുമെന്നല്ല. റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യുക. ഇതിനെ ചെയ്തിട്ട് ഇനി 85 ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കാനാണ്. അല്ലാതെ അത് അങ്ങനെ തന്നെ ചെയ്യാവോ എന്ന് വെച്ചാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും ബെസ്റ്റ്. എക്സാമിന് ആരും ചോദിക്കുന്നില്ല നിങ്ങൾ എത്ര സ്റ്റെപ്സ് ഫോളോ ചെയ്തെന്ന്. അവർ ചോദിക്കുന്നത് നിങ്ങൾ ആൻസർ കറക്റ്റായി കണ്ടുപിടിച്ചോ ഇല്ലെന്നാണ്. അതുകൊണ്ട് അതെപ്പോഴും ഓർമ്മിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം, മൂവ് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റന് ഞാൻ നിങ്ങൾക്ക് ടൈമർ തരാം. സ്റ്റാർട്ട് ചെയ്തോ? ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. Find the greatest number which when divides 720, 876 and 1188 leaves the remainder 5 in each case. എല്ലാത്തിലും 5 ആണ് റിമൈൻഡർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 40 സെക്കൻഡ്സ് ആയി. എനിക്ക് ഇതൊക്കെ നമുക്ക് ഇതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ 40 സെക്കൻഡ്സ് മാത്രം തരുന്നത്. ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തരാറുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ എൻ്റെ സ്റ്റുഡൻസ് ആയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്റ്റുഡൻസിന് അറിയാൻ പറ്റും, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ളവർക്ക് നമുക്ക് ടൈം തരാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് 40 സെക്കൻഡ് നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ധൈര്യമായിട്ട് പോസ് ചെയ്യുക, സോൾവ് ചെയ്യുക, പിന്നെ നോക്കുക ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നുള്ളൂ. കാരണം നമ്മൾ തനിയെ ചെയ്യണം കേട്ടോ. ഞാൻ എഴുതി തരുന്നത് പോലെ കോപ്പി അടിച്ച് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ തനിയെ ചെയ്ത് നോക്കണം. അത് ഏറ്റവും ബേസിക് കാര്യമാണ്. മാത്സിൽ ഒന്ന് ചെയ്ത് പഠിക്കേണ്ട കാര്യം ചെയ്ത് പഠിച്ചേ പറ്റൂ. ഓക്കെ, പിന്നെ എത്രത്തോളം മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ അത് നോക്കുക. ഓക്കെ, അപ്പോൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താ അറിയാൻ പറ്റും? ഇതിൻ്റെ നമ്പേഴ്സ് മൈനസ് ചെയ്യല്ല, 5 ഒക്കെ മൈനസ് മൈൻഡിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഇത്? എന്താ വരും? 715. അടുത്ത് ഇവിടെ 5 മൈനസ് ഇത് എത്ര വരും?
871. അവിടെ 5 മൈനസ് ചെയ്ത് എത്ര വരും? 1183. ഓക്കെ, ഇതാണ് നമ്മളെ നമ്പേഴ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഏത് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? ഫാക്ടറൈസേഷൻ മെത്തേഡാണ് എളുപ്പം, അതാ നമ്മളെ ഡിഫറൻസ് മെത്തേഡാണ്? ഡിഫറൻസ് മെത്തേഡാണ്, കാരണം ഇതിൻ്റെ ഗ്യാപ്പ് ചെറുതാണ്. ഓക്കെ, ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എത്ര വരും? ഇത് 117 ഇതിൽ 51 71 നിന്ന് 15 മൈനസ് ചെയ്ത് 156 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോഴതുണ്ട്. പിന്നെ ഇതിൻ്റെ വരുമ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 2 1 എന്നിട്ട് 312 ഇതിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, ശരി. അടുത്തപ്പോഴും നമുക്ക് ഇതിനെ വെറും നോക്കിയാൽ മതി. ഇതിൻ്റെ നോക്കാം. നമുക്ക് 156നെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ഇത് പോകില്ലെന്ന് നമുക്കറിയാം, വേറെ ഒന്നും നോക്കാനില്ല. കാരണം ഇത് എന്താണ്? ഈവൻ നമ്പറാണ്, ഇത് ഓഡ് നമ്പറാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഡെസിമൽസിൽ പോവേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഇൻറ്റിജർ കിട്ടില്ല. ഓക്കെ, ഡെസിമൽസ് നമുക്ക് വേണ്ട ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ എത്ര വരും? 76 ആണ്, 78. ഓക്കെ, ഫർദർ 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആകെ ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് ഈവൻ നമ്പറാണ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റ് പ്ലേസിലും ഓഡ് നമ്പേഴ്സാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫർദർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എന്ത് വരും? 2 കൊണ്ട് ചെയ്താൽ എത്രയാണ്? 39. ഓക്കെ, ഇനി 39 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ചിലപ്പം 39 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് 39 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 39 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 715. 71 ഇതിൽ എത്രയാണ്? ഒരു തവണ വരും. ഓക്കെ, 71 ബാക്കി വരുന്ന ക്യാരി ഫോർവേഡ് എത്ര വരും? 32 325 വരും. 325. 39ൻ്റെ ടേബിളിൽ എന്തായാലും 325 ഇല്ല. കാരണം 39 5s വരുമ്പോൾ എത്ര വരും? നമുക്ക് എത്ര വരാൻ സാധ്യത ഉണ്ട്? പറഞ്ഞോ, എത്ര വരും? 195 വരും. ഓക്കെ, ബട്ട് ഇതെന്താണ്? 5 ഇവിടെ വരണമെങ്കിൽ ഇൻറ്റു 5 ആയിരിക്കണം. ഈ യൂണിറ്റ് പ്ലേസിൽ ഇൻറ്റു 5 വരുന്നാലേ ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 5 വരാൻ പറ്റുള്ളൂ. അപ്പോൾ 5 ആണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ 5 എന്താണ്? ഇൻറ്റു 5 എത്രയാണ്? 195. അപ്പോൾ ഇത് ആൻസർ അല്ല. അതുകൊണ്ട് നമുക്കറിയാം എന്താണ്? 39 നമ്മളെ ആൻസർ അല്ല. അതുകൊണ്ട് ഫർദർ സ്പ്ലിറ്റ് ചെയ്യണം. ഇതെന്താണ്? 13 എന്ന് പറഞ്ഞത് 39 എന്ന് പറഞ്ഞാൽ 3 × 13. 3 × 13 എന്ന് പറയാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് പോവല്ലോ, അത് ആഡ് ചെയ്യണമെങ്കിൽ 8 + 5 എത്രയാണ്? 13. ഓക്കെ, അത് പോകില്ല. അപ്പോൾ 3 അല്ല അതിൻ്റെ നമ്മൾ അടുത്ത നമ്പർ 13 ആണ് നമുക്ക് ആൻസർ. നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി ഫർദർ 13നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് 13 തന്നെ ആയിരിക്കും ആൻസർ, വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾ ഓർമ്മിച്ച് വെക്കുക. എല്ലാം മറ്റേ കഴുത പണി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ HCF എത്രയാണ്? HCF = 13. That is the greatest number which can divide all those numbers and leave 5 as a remainder. അങ്ങനത്തെ ഒരു സിനാരിയോ വരണത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആണ്? അടുത്തത് നോക്കാം. ശരി, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് 40 സെക്കൻഡ് സമയം തരാം, ട്രൈ ചെയ്തോ. ഓക്കെ, സോറി, ടൈം നിങ്ങൾക്ക് കൂടുതലന്ന്. ശരി, നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. 13 ആണ് നമുക്ക് എന്താണ് കോമൺ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇത് കോമൺ റിമൈൻഡറിൻ്റെ കേസാണ്, എല്ലായിടത്തും കോമൺ ആയിട്ട് റിമൈൻഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണമെങ്കിൽ 13 അവിടെ നമ്പർ എന്ത് കിട്ടും? നമ്മളെ ഫസ്റ്റ് നമ്പർ എന്ത് വരും? 217 അല്ലേ. 217 എന്ന് പറഞ്ഞാൽ 217 മൈനസ് ചെയ്യാണ് 13 എങ്കിൽ എത്ര വരും? എന്ത് വരും? നമുക്ക് 204 അല്ലേ. അടുത്ത് 251 13 മൈനസ് ചെയ്യണമെങ്കിൽ എത്ര വരും? 238 അല്ലേ. അടുത്ത് 455 13 മൈനസ് ചെയ്താൽ എത്ര വരും? 442 തന്നെയല്ല, ഇത്ര തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്താണുള്ളത്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക അല്ലേ. ഇത് അടുത്തടുത്തുള്ള നമ്പറാണ്, അപ്പോൾ ഇതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ. ഡിഫറൻസ് എന്താണ് ഇതിൻ്റെ? ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? 34. ഈതർ 34 കൊണ്ട് എല്ലാം ഡിവൈഡ് ആവുകയാണെങ്കിൽ 34 ആണ് നമ്മൾ ആൻസർ.
അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും ആൻസർ. നമുക്ക് നോക്കാം ഏതാണെന്ന്. ഓക്കെ, ശരി. ഇവിടെ 34 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്ക്. 34 എന്ന് പറയുമ്പോൾ ഇവിടെ 4 വരണമെങ്കിൽ 4 × 6 വരണം അല്ലേ. അപ്പോൾ 34 × 6 എന്ന് പറഞ്ഞാൽ 30 × 6 180, 4 × 6 24. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 204 ആണ്. കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. 30 ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 30 + 4 എന്ന്. അപ്പോൾ 6 × 6ഉം ഇവിടെ × 6. അപ്പോൾ ഇത് എത്രയാണ്? 180. എന്നിട്ട് ഇത് 24. ഇത് മൈൻഡ് കാൽക്കുലേഷൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ചെയ്യുക, എഴുതി ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അടുത്ത് അത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് 34 ആണെങ്കിൽ മോസ്റ്റ്ലി ഇതും എന്താണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 വരണമെങ്കിൽ 4 × എത്രയാണ് വരുന്നത്? 7 ആണ് ഇത് വരേണ്ടത്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 210 + 4 × 28. അപ്പോൾ 210 + 28 എന്ന് പറഞ്ഞാൽ 238. കറക്റ്റ് തന്നെയാണ്. ഇനി 34 442, അതൊരു നമ്മളെ ചോദ്യമാണ്. 34 × എത്ര ആയിരിക്കും? 442 അല്ലേ. 42 2 വരണമെങ്കിൽ എന്ത് വേണം? 4 × എത്രയാണ്? 3. പിന്നെ 34 എന്ന് പറഞ്ഞാൽ 10 ചെയ്യുകയാണെങ്കിൽ 340 ആണ്, 340 ആണ്, 340 ആണ് × 10 എന്ന് പറഞ്ഞാൽ. ബട്ട് ഇത് അതിൽ നിന്നും വലുതാണ്. അപ്പോൾ 3 ആണ് യൂണിറ്റ് പ്ലേസിൽ വരണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഇവിടെ 2 വരുള്ളൂ. 4 × 3 അല്ലേ 12. അങ്ങനെയാണെങ്കിൽ 10ന്റെ മുകളിലുള്ള മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പോൾ എന്താണ് 13 എന്ന് എടുക്കാം. നമുക്ക് 13 ട്രൈ ചെയ്ത് നോക്കാം. 13 4s are എത്രയാണ്? 13 4s are 42 അല്ലേ. അല്ല 52, സോറി 52. ഓക്കെ, 5 ക്യാരി ഫോർവേഡ്. 13 × 3 39, ഇവിടെ 44. ഓക്കെ, 44 കറക്റ്റ് തന്നെ. 440. അപ്പോൾ നമ്മളെ HCF എന്താണ് ഇവിടെ ഈ കേസിൽ? HCF എന്തെന്ന്? HCF = 34. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അങ്ങനത്തെ സംഖ്യ. അടുത്ത ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കും. ഇതിൽ 40 സെക്കൻഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും. 40 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ടൈമുള്ളത്. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്ക്. ഞാൻ ഇതിനെ പോസ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 40 സെക്കൻഡ് തരേണ്ട ആവശ്യമില്ല. 20 സെക്കൻഡൊക്കെ തന്നാൽ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്, ഡുവേബിൾ ആണ്. അതുകൊണ്ട് അത് അങ്ങ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇപ്പോൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഇവിടെ എത്രയാണ് റിമൈൻഡർ പറയുന്നത്? 9ഉം 11ഉം. ഇത് അടുത്ത സിനാരിയോ. 9ഉം 11ഉം റിമൈൻഡർ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാം സ്മൂത്ത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാമെന്നുള്ളൂ. ഒരുവിധമെങ്കിലും നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ സംഖ്യയിൽ റിമൈൻഡർ 9 വരും, രണ്ടാമത്തെ സംഖ്യയിൽ റിമൈൻഡർ 11 വരും. അതൊരു ക്ലിയർ എന്താണ് ഇൻഡിക്കേഷൻ എന്താണ്? ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 9 മൈനസ് ചെയ്യണം, രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് 11 മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് എന്തൊക്കെ വരുമെന്നാണ് ചോദ്യം. നമ്പേഴ്സ് ഏതൊക്കെ വരും? നമ്പേഴ്സ് ഇവിടെ 9, ഇതിൽ നിന്ന് 9 മൈനസ് ചെയ്യണമെങ്കിൽ എന്താണ്? 252. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് 11 മൈനസ് ചെയ്യണമെങ്കിൽ എത്ര വരും? 1044. ഇതാണ് നമ്മളെ സംഖ്യ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഡിഫറൻസ് മെത്തേഡ് എടുത്താൽ ശരിയാവുമോ? കാരണം ഇതിന്റെ ഡിഫറൻസ് നോക്ക് എത്രയാണെന്നുള്ളത് ഒരുപാടുണ്ട് അല്ലേ. 800ന്റെ അടുപ്പിച്ച് വരും, 800ന്റെ സംതിങ് ക്ലോസസ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സംഖ്യ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഈ സംഖ്യ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം 252 എന്തായാലും ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 250 × 4 എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ 4 കൊണ്ട് ഇത് ചെയ്യണമെങ്കിൽ 1008 വരും, 1044 വരില്ല. അതുകൊണ്ട് അതല്ല, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം ഫർദർ. 2 കൊണ്ട് പോകുന്നുള്ളതുകൊണ്ട് ചെയ്യാം. സ്പ്ലിറ്റ് എത്രയാണ്? 1 2 എന്നിട്ട് 12 എന്ന് പറഞ്ഞാൽ 6, 126. 126 ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കണം. 126 എന്ന് പറയുമ്പോൾ 9 ടൈംസ് പോകണമെങ്കിൽ ഒരുപാട് വലുതായി പോകും. 8 ടൈംസ് ആണെങ്കിലോ 8 × 6 4 വരുമോ? ഇല്ല. 7 × അതും വരില്ല. ഇതിൽ 4 വരണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അയലക്കത്ത് എത്തൂല. ഓക്കെ, 6 അല്ലാതെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വരും. ഓക്കെ, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പോസിബിലിറ്റി ആണ്. 9 × 4 54, 4. പിന്നെ 5 ക്യാരി ഫോർവേഡ്. 9 × 2 18 + 5 എത്രയാണ്? 20. 18 + 5 എത്രയാണ്? 23 അല്ലേ. അപ്പോൾ തെറ്റൂല്ലേ കാര്യങ്ങൾ? ഇതിൽ 26 ആഡ് ചെയ്യണമെങ്കിൽ എത്ര വരും? ഇത് മൈനസ് ചെയ്യണമെങ്കിൽ ഇത് 6. ഓക്കെ, ആഡ് ചെയ്യണമെങ്കിൽ എത്ര വരും നോക്കാം. 126 എന്ന് പറയുമ്പോൾ 0 6
1 തെറ്റ്. 126 സോറി, ഇതിൻ്റെ 10 ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ 1260 വരും. അപ്പോഴത് എന്തായാലും ആൻസർ അല്ല. നമ്മളപ്പോഴേ ഇതിനെ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് 2 ടൈംസ് ഫർദർ പോവും. അപ്പോൾ 2 ടൈംസ് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 63. അപ്പോഴേ നമുക്ക് അറിയാം ഇതല്ലെങ്കിൽ ഇതിൻ്റെ കാരണമാണത് തടസ്സം വന്നത്, യാതൊരു സംഖ്യയുടെ കാരണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ 63 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 63 ഇവിടെ ഒരു ടൈംസേ വരുള്ളൂ. പിന്നെ 41 414 എന്ന് പറഞ്ഞാൽ 414 63 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കാം. 63 എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് പോകും. അപ്പോഴും 7 9 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 36 54 6 7 കൊണ്ട് കട്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് പോണില്ല. പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വേണമെങ്കിൽ 414 ഓക്കെ ഡിവൈഡ് ബൈ 7 എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 7 അല്ലല്ലോ 63 അല്ലേ. ഓക്കെ, 63 നമ്മൾ 63 എടുക്കണ്ട. ശരി, 2 കൊണ്ട് എന്തായാലും പോകുമെന്നറിയാം. നമുക്ക് ഫർദർ എന്തായാലും സ്പ്ലിറ്റ് ചെയ്തതിന് 7ഉം 3 ഇൻറ്റു 3 ഓക്കെ. ഇനി 4ൻ്റെ ടേബിളിൽ ഇത് വരുമെന്ന് നോക്കാം. 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് പോകുമെന്ന് വെച്ചാൽ 4 പോകും അല്ലേ. HCFൽ അപ്പോഴ് നമുക്ക് =4 എഴുതാൻ പറ്റും ഇൻറ്റു. അടുത്ത് ഇനി 7ഉം 3 9 പോകുമെന്ന് നോക്കാം. 9 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ആവണുണ്ട് 9ഉം പോകും. അവിടെ അടുത്ത് അതായി 7 പോകുമെന്ന് നോക്കാം. 7 3 ടൈംസ് 7 കൊണ്ട് കട്ട് ചെയ്താൽ 3 ബാക്കി വരും 34 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോസസ്റ്റ് 4 ടൈംസ് അല്ലേ. 28 എന്ന് പറയുമ്പോൾ 64 7 കൊണ്ട് പോകില്ല. അപ്പോൾ നമ്മൾ ഈ 7 ഉള്ളതുകൊണ്ടാണ് ഈ നമ്പർ അതിനെ കട്ട് ചെയ്യാത്തത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ആൻസർ എന്തായിരിക്കും? 4 × 9 എത്രയാണ്? 36. HCF എത്രയായിരിക്കും? 36 ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സംഭവം എത്രയാണ് ആൻസർ? 6ൻ്റെ 36. ഓക്കെ, അപ്പോൾ അത് ഹയസ്റ്റ് നമ്പർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 36 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരിക്കലും എന്താണ് നെക്സ്റ്റ് ഇത് അടിച്ചു നോക്കുക അല്ലേ, ഒരിക്കലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. നിങ്ങൾക്ക് ഞാൻ 20 സെക്കൻഡ്സ് ആണ് തരുന്നത്, കൂടുതൽ ടൈം തരുന്നില്ല. 20 സെക്കൻഡ്സ് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, 20 സെക്കൻഡ്സേ തരണുള്ളൂ, നോക്കിയോ. तो पसंद है किसी और के तो पसंद. നിങ്ങൾക്ക് എന്നാലും 45 മിനിറ്റ് തന്നു അല്ല സെക്കൻഡ് തന്നു. ഓക്കെ, ശരി. ഓക്കെ, ഈ ക്വസ്റ്റ്യന് എനിക്ക് ആക്ച്വലി റഷ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ടൈം നിങ്ങൾക്ക് കൂടുതൽ തരണത്. കാരണം റഷ് ചെയ്തെടുക്കണതിൽ ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാതെ ഞാൻ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം അല്ലേ. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാര്യം കുറച്ച് സമയമെങ്കിലും വേണ്ടേ അല്ലേ. എപ്പോഴും നോക്കുക, ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ലോ പേസിൽ പോകാനല്ല പ്രിപ്പറേഷന്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിക്കാൻ നമുക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എടുക്കുക, നിങ്ങൾ സോൾവ് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് പോയിട്ട് വീണ്ടും അടുത്ത ദിവസം എന്ത് ചെയ്യണം, അതിനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം ഈ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ, നേരത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ, വിച്ച് ഡിവൈഡ്സ് എന്നുള്ള കോൺസെപ്റ്റ്സ്, ആ ടെർമിനോളജി ഞാൻ പറഞ്ഞു. അപ്പോൾ സാർ അങ്ങനെ ഒരു ടെർമിനോളജിയുടെ അടുത്ത് ഫോക്കസ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അത് HCF ആയി വന്നത്, ഇങ്ങനെ ഈ കാര്യം എല്ലാം ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ HCFൽ ഈ ഡിവൈഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണത്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫാക്ടർ, അതിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ഫാക്ടർ. അതുകൊണ്ടാണ് ഈ ഡിവൈഡ്സ് എന്ന് പറയുന്ന ടേമിന് നമ്മൾ HCF ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ബിഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇതെല്ലാം എന്താണ് HCFിൻ്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. കാരണം പല സ്റ്റുഡൻസിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ HCF കണ്ടെടുക്കാൻ അറിയാം, പക്ഷേ ക്വസ്റ്റനിൽ ചോദിക്കുമ്പോൾ അത് HCF ആണോ LCM ആണോ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവില്ല. പിന്നെ എന്താണ് കാര്യം പഠിച്ചിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മൈൻഡിന് എക്സേർട്ട് ചെയ്യണം. മൈൻഡ് എവിടെയാണ് ഇത് കുഴപ്പമില്ല, എക്സേർട്ട് ചെയ്യണം അല്ലേ, നമുക്കത് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പഠിക്കുന്നതിലെല്ലാം കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. 3056 5063 നല്ല നമ്പറാണല്ലോ.
അപ്പോൾ ആദ്യത്തിൽ 41 കുറയ്ക്കാനാണ് പറഞ്ഞത്. റിമൈൻഡർ എന്താണ്? ആദ്യത്തെ 41 ആണ്, രണ്ടാമത്തെ 23 ആണ്, ഫസ്റ്റിന്റെ 41 ആണ്. 41 ആണെങ്കിൽ നമ്മൾ 41 മൈനസ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഇത് 3000. 41 മൈനസ് ചെയ്യുകയാണെങ്കിൽ 3001 അല്ല, സോറി 3015 വരും. ഓക്കെ, അടുത്ത് 5063 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 23 കുറയ്ക്കണം അല്ലേ? അപ്പോൾ 5040 എന്ന് വരും. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും? ഡിഫറൻസ് മെത്തേഡ് നോക്കാം അല്ല? ഡിഫറൻസ് മെത്തേഡ് നോക്കാം. ഇത് പറഞ്ഞാൽ 2025 2025. ഓക്കെ, ശരി, 2025. നമുക്ക് എന്തായാലും അറിയാം ഇതിനെ എന്തായാലും ഇത് 2025 കട്ട് ചെയ്യില്ല. ഓക്കെ, 2025 കട്ട് ചെയ്യില്ല. അപ്പോൾ 5 കൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എന്തായാലും പറ്റും. അപ്പോൾ 5 കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരണം? 4. ഇവിടെ എത്ര വരും? 0. എന്നിട്ട് ഇവിടെ എത്ര വരും? 25. ഓക്കെ, അപ്പോൾ 5 കൊണ്ട് എന്തായാലും കട്ടാം, കുഴപ്പമില്ല. 405. ഇത്രയും വലിയ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് 5 കൊണ്ട് ഇനിയും പോകും. അപ്പോൾ 5 കൊണ്ട് പോകുകയാണെങ്കിൽ ഇത് എത്രയാണ്? 8. എന്നിട്ട് പിന്നെ എത്ര വരും ബാക്കി? 8 ആണെങ്കിൽ 1 തവണ അല്ലേ? 81 നിങ്ങൾക്കറിയാം എന്താണ്? 9 × 9 അല്ലേ? 9. അപ്പോൾ ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 3 3 പിന്നെ 3 3. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാമെന്ന് വിശ്വസിക്കണം. ഓക്കെ, 3 3. അപ്പോൾ ഇവിടെ നമ്മൾ HCF എഴുതുമ്പോൾ HCF അല്ല, നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ എന്താണ്? ഫാക്ടേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്? 5² 3⁴. ഇതാണ് വരണത്. 3⁴ എന്ന് പറഞ്ഞാൽ 81. ഇനി 5² എന്ന് പറഞ്ഞാൽ 25. 25 കൊണ്ട് ഇത് ഡിവൈഡ് ആവുമോ? ഇത് ഡിവൈഡ് ആവുമോ എന്ന് ചോദിച്ചാൽ 25 കൊണ്ട് ഇത് ഡിവൈഡ് ആവില്ല. ഒന്ന് ഡിവൈഡ് ആയില്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. 25 കൊണ്ട് ഡിവൈഡ് ആവില്ല. അപ്പോഴെന്താണ്? നമുക്ക് ഈ സ്ക്വയർ കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 നോക്കാം. 5 കൊണ്ട് എന്തായാലും ഡിവൈഡ് ആവുമെന്ന് അറിയാം. HCFൽ 5 എഴുതാം നമുക്ക്. 5 കൊണ്ട് എന്തായാലും ഡിവൈഡ് ആവുമെന്ന് അറിയാം, കാരണം യൂണിറ്റ് പ്ലേസിൽ 5 ഉണ്ട് 0 ഉണ്ട്. നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചതാണ്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ആവും. ഇനി 3⁴. 3⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81. 81 ഇതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കണം. 81 ഇതിനെ ഡിവൈഡ് ചെയ്യുമോ? 81 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 8 ഇതിൻ്റെ അടുത്ത് വരണമെങ്കിൽ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 243 പിന്നെ 57 58. ഓക്കെ, 58 585നെ നമ്മൾ 81 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. പറ്റില്ല, കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 405 ആണ് ഇതിൻ്റെ × 5 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡുവേബിൾ അല്ല, അതുകൊണ്ട് ഇത് കളയാം. ഓക്കെ, ഞാൻ പറയണത് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ആവില്ല അത്. ഓക്കെ, കാരണം നമുക്ക് അങ്ങനെ സ്ലോ പേസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സിലോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് വലിയ ഡിഫിക്കൽട്ട് അല്ല. ഞാൻ ഇപ്പം ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. 315 ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാവും. ഇതിനെ 9 കൊണ്ട് കട്ട് ചെയ്യും. 9 കൊണ്ട് ഇത് പോകുമെന്ന് നോക്കാം ഡിവിസിബിലിറ്റി. ഇതെന്താണ്? 9 കൊണ്ട് കട്ടാവുമെന്ന് വെച്ചാൽ കട്ടാവും. അപ്പോൾ ഇത് എത്രയാണ്? 9 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് 27 31 എന്ന് പറയുമ്പോൾ അതിലും 3 ടൈംസ്. അപ്പോൾ 4 45 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഇനി 9 കൊണ്ട് ഫർദർ പോകുമെന്ന് നോക്കാം. 1 ടൈം. 9 കൊണ്ട് ഇത് പോവുമോ? ഇല്ല, 11 അല്ലേ? 9 കൊണ്ട് പോകില്ല എന്തായാലും. അപ്പോൾ നമുക്കിതിൽ 3 കൊണ്ട് പോകാൻ നോക്കാം. ഇത് 9 അല്ലേ? അപ്പോൾ 3 കൊണ്ട് നോക്കാം പോകുമെന്ന്. 3 കൊണ്ട് 1 പോകില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് ക്ലിയർലി മനസ്സിലായ എന്താണ്? ഇവിടെ നിന്ന് 81 നമ്മൾ 9 കൊണ്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെയ്തുകൊണ്ട് നമുക്കൊന്ന് എളുപ്പത്തിന് കിട്ടി. എന്താണ് ഇത്? 3² ദാറ്റ് ഈസ് 5 × 3² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 45 ആണ്. വളരെ എളുപ്പത്തിന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റി എന്ന് പറയാം അല്ലേ? കാൽക്കുലേറ്റീവ് ആണ്, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പമുള്ള സൂചിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് അതല്ല വരാൻ പോകണം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻസ് ഉണ്ടാകും, ബട്ട് അതിന് എളുപ്പ വഴികളുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് തരണില്ല, ബട്ട് എളുപ്പ വഴികളുണ്ട്. ആ സമയം വരുമ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റന് ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അല്ലേ? തരണുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ആവുക എന്നുള്ളത്. ചെയ്ത് നോക്ക്. ഇതിനെ ഹോംവർക്ക് ആയിട്ട് എടുത്തോ. ഇതിപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലേ? ഇത് ഹോംവർക്ക് ആണ്. ഇത് നമുക്ക് ചെയ്യേണ്ട ഹോംവർക്ക്. ഓക്കെ, ഇത് ഹോംവർക്ക്. ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടേക്കാം. ആൻസർ ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് എഴുതാം. എന്താണ് ആൻസർ ഇതിൻ്റെ? ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 8 അല്ലേ? 8ൻ്റെ ആൻസർ വന്നിട്ട് ഇവിടെ ഞാൻ പേജിൻ്റെ ഇവിടെ എഴുതിയിട്ടേക്കാം ആൻസർ. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ഹോംവർക്ക് ആയിട്ട് ഇപ്പം നിങ്ങൾ നോക്കരുത്. ഈ ക്വസ്റ്റ്യനെ നിങ്ങൾ സോൾവ് ചെയ്യുക, എന്നിട്ട്
ഞാൻ ഇതിൻ്റെ PDF തന്നിട്ടുണ്ടാവും ടെലിഗ്രാമിൽ, അത് അപ്പോഴും അതിൽ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇൻ വിച്ച് ഡിവൈഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. ഇത് ഹോംവർക്കാണ്, ഹോംവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആൻസർ എഴുതി വയ്ക്കാം. 8, 9 ഇതെന്ന് പറയുമ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതും ഹോംവർക്കാണ്. ഓക്കെ, ഒരു രണ്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ മണി കിട്ടും നിങ്ങൾക്ക്. ഇതും സെയിം ആണ്. അപ്പോൾ ഇതും ഹോംവർക്കാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ സെയിം ആയിട്ട് തന്നിട്ടുണ്ടല്ലേ. സെയിം പാറ്റേണിൽ ഞാൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ PDF നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട്, അതിനെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിനെ നോക്കുക. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ ഡിലേ ഉണ്ടാവണ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കും കേട്ടോ. അവിടെയാണ് നിങ്ങൾക്ക് ഞാൻ തരണത്. കാരണം എനിക്ക് എളുപ്പത്തിന്, കാരണം യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാലും ആൾക്കാർ കാണാറില്ല, അതുകൊണ്ട് അവിടെയാണ് ഞാൻ തരണത്. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇതെന്താണ് 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇവിടെ ഇട്ടേക്കാം, HCF. ഓക്കെ, ഇത് ഹോംവർക്കാണ്. ഓക്കെ, ഹോംവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 12 സെയിം പാറ്റേൺ ആണെന്ന് തോന്നുന്നു അല്ലേ. 12 സെയിം ആണ്. HCF. ഓക്കെ, ഇതെല്ലാം ഹോംവർക്ക് ആയിട്ട് തരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഹോംവർക്ക് ഒന്നും എഴുതിയില്ലല്ലോ, ഹോംവർക്ക്. ഓക്കെ, ശരി, ചെയ്തു. അടുത്തതും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ HCF ഞാൻ എഴുതിയിട്ടേക്കാം. HCF എന്തായിരിക്കും? ഇതിൻ്റെ HCF 19. ഇത് ഹോംവർക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഇവിടെ സൈഡിൽ ഒളിപ്പിച്ചാണ് എഴുതുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണണ്ട, നിങ്ങൾ പിന്നീട് അതിനെ ക്രോസ് ചെക്ക് ചെയ്തത്. ഞാൻ PDF നമ്മളെ ടെലിഗ്രാം ചാനൽ, ദാറ്റ് ഈസ് റെസൊല്യൂട്ട് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ടെൻഷൻ ഒന്നും എടുക്കണ്ട, അതിൽ നിന്ന് പോയി എടുത്താൽ മതി. ഇതെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി. അപ്പോൾ നമുക്ക് ഇത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പ് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താണ് പറഞ്ഞേക്കണേ? ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പർ ഈസ് 156. ദ HCF ഓഫ് ദീസ് 2 നമ്പേഴ്സ് ഈസ്. 2 നമ്പറിന്റെ HCF എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യമുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്താണ്, കോ പ്രൈം നമ്പേഴ്സ് എന്താണ്? കാരണം എക്സാമിന് ആ ടെർമിനോളജി യൂസ് ആവും. ആ ടെർമിനോളജി വെച്ച് തന്നെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്തായാലും നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കിട്ടണമെന്ന് നോക്കട്ടെ. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള വാശിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക. കാരണം ഞാൻ നിങ്ങൾക്ക് എളുപ്പ വഴി എന്തായാലും പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്ന് എഫേർട്ട് ഇടണം, അതാണ് എനിക്ക് ആവശ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. കുറച്ചൊരിക്കെങ്കിലും കിട്ടിക്കാണും, ചിലപ്പോൾ ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യം വരില്ല ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ. പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ a number which can be divided by itself or 1. അതിനെ പ്രൈം നമ്പർ എന്ന് പറയും അല്ലേ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? A number that can be divided by itself or number 1 അല്ലേ? A number that can be divided by, that is divisible by, that can be അല്ല, that is divisible by, number that is divisible by എന്താണ്? itself or 1. ഓക്കെ, അതാണ് നമ്മളെന്താണ് പ്രൈം നമ്പർ. ഓക്കെ, ഇനി 1 ഒരു കോൺസെപ്റ്റാണ്, നമ്പർ സിസ്റ്റമിൽ പഠിക്കും നമ്മൾ എന്താണ്. പക്ഷെ എന്നാലും നമ്മൾ അറിയേണ്ട കാര്യം, 1 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറും അല്ല, നോട്ട് എ പ്രൈം നമ്പർ, neither കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ബാക്കി നമ്പേഴ്സ് അല്ലേ? പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അത് ഞാൻ ബേസിക്കലി എന്താണ്, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ അല്ലേ? 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ അല്ലേ? സ്മോളസ്റ്റ് പ്രൈം നമ്പർ.
ഓക്കെ, കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യ സ്വന്തമായിട്ട് ഡിവൈഡ് ആവും അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ആവും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 7 അല്ലെങ്കിൽ 7/1. ഇതെന്താണ്? 1. ഓക്കെ, സോറി, 7/1. അത് പ്രൈം നമ്പർ ആണ്. അടുത്ത് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം 5 അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ആവും അല്ലെങ്കിൽ 5/1 കൊണ്ട് ഡിവൈഡ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കോ പ്രൈം നമ്പേഴ്സ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, പ്രൈം നമ്പറിൻ്റെ എല്ലാം ലിസ്റ്റ് വേണമല്ലോ നിങ്ങൾക്ക്. എത്ര പ്രൈം 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാൻ തരാം നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത് വേണ്ട, നമുക്ക് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ശരി തന്നേക്കാം. എന്തായാലും സമയം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് സാധനം സോൾവ് ചെയ്യുമ്പോൾ ആവശ്യം വരും അത്. ഓക്കെ, എഴുതിക്കോ, നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം നിങ്ങൾക്ക് നമ്പേഴ്സ്. 2, 3, 5, പിന്നെ 7, 11, 13, 17, 19, 23ക്ക് ശേഷം നമ്മൾ 29, അടുത്ത് നമ്മൾ 31, 37, 41, 43, 47, പിന്നെ 51 അല്ല, 52 അല്ല, 53, 59, 61, പിന്നെ വന്നിട്ട് 67, 73, സോറി 71 ഉണ്ട് കേട്ടോ, 71 ഉണ്ട്, 73 ഉണ്ട്, പിന്നെ 79, 83, 89 ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 97. ഓക്കെ, ഇത്രയാണ് നമ്മളെന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എഴുതിയില്ല, കാരണം എഴുതി സമയം കളയുന്നില്ല. ഇനി അടുത്ത് നമ്മളെ മുദ്ദയ്ക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കോ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ, കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2 സംഖ്യ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 7. കോ പ്രൈം നമ്പേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യണം. കോ പ്രൈം. ഓക്കെ, കോ പ്രൈം നമ്പേഴ്സ്. കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സംഖ്യ എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, 6ഉം 6 അല്ലത് 7ഉം 11ഉം പിടിച്ചോ. 7ഉം 11ഉം നമ്മൾ HCF എടുക്കാൻ നമ്മൾ ഇതിൽ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ ഉണ്ടോ? 7ഉം 11ൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല, ഒരു കോമണും ഇല്ല. അപ്പോൾ എന്താണ് ഇതിൽ കോമൺ ആയിട്ട് വരണം? എന്താണ്? ആ പട 1 ആണ്. ഓക്കെ, ഇതിൻ്റെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് പറയണേ? ഇതിൻ്റെ എന്താണ്? സോറി, ഞാൻ വിട്ടു. ഓക്കെ, ഇതിൻ്റെ എന്താണ്? നമുക്ക് ഫാക്ടർ ആയിട്ട് വരുന്നത് 1 ആണ്. ഇതിൽ വേറെ ഒന്നും കോമൺ ഫാക്ടർ അല്ല, 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 7ഉം 11ൻ്റെ ഇടയ്ക്കുള്ള കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. ഓക്കെ, ശരി. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു സംഖ്യ എടുക്ക്. 19ഉം 23ഉം പിടിച്ചോ. ഇതിൻ്റെ ഇടയ്ക്ക് കോമൺ എന്താണ്? 1 തന്നെ വരുള്ളൂ, വേറെ ഒന്നും കോമൺ വരില്ല. അങ്ങനത്തെ സംഖ്യകളാണ് കോ പ്രൈം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പ്രൈം നമ്പേഴ്സ് ആണ് എടുത്തത്. ഇനി സപ്പോസ് 17ഉം 16ഉം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. ഇതിൻ്റെയും കോമൺ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ വരുന്നത് 1 മാത്രമേ വരുള്ളൂ. കാരണം എന്താണ്? വേറെ ഒന്നുമല്ല, ഇത് രണ്ടിൻ്റെയും നമ്മളെന്താണ്, ഇത് രണ്ടും കോ പ്രൈംസ് ആണ്. എന്നിട്ട് കോ പ്രൈമിൻ്റെ HCF എപ്പോഴും 1 വരുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ വരുമോ? വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുള്ളൂ. അതിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, ഇത് പ്രൈം നമ്പറിൻ്റെ ഇടയ്ക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ. ഇത് പ്രൈം നമ്പർ ആണോ? ഇത് നോട്ട് എ പ്രൈം നമ്പർ അല്ലേ? നോട്ട് എ പ്രൈം നമ്പർ. സോ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദ നമ്പേഴ്സ് ഷുഡ് ബി പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആയിരിക്കണം നിർബന്ധം ഒരിടത്തും ഇല്ല. നിർബന്ധം ഇല്ല പ്രൈം നമ്പർ ആയിരിക്കണമെന്ന്. ആ 2 സംഖ്യയിലെ ഇടയ്ക്ക് വേറെ ഒരു കോമൺ ഫാക്ടറും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്? സോ അവിടെ വേണമെങ്കിൽ ഡെഫിനേഷൻ എഴുതിക്കോ നിങ്ങൾ. കോ പ്രൈം നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ്. കോ പ്രൈം നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച്, ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കിയോ. എന്താണ്? ദോസ് നമ്പർ വിച്ച് ഡു നോട്ട് ഹാവ് എനി കോമൺ ഫാക്ടർ അതർ ദാൻ 1 ആർ കോ പ്രൈം നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ കോ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 സംഖ്യ നെസസറിലി പ്രൈം നമ്പേഴ്സ് ആയിരിക്കണമെന്നില്ല. നോട്ട് നെസസറി ദാറ്റ് ദേ ഷുഡ് ബി പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അതും കൂടെ എഴുതാൻ വേണമെങ്കിൽ നോട്ട് നെസസറിലി പ്രൈം നമ്പേഴ്സ്. ഓക്കെ, നോട്ട് നെസസറിലി പ്രൈം നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ പ്രൈം നമ്പർ ആയിരിക്കണം നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ എന്താണ്?
ആ രണ്ടിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും കോമൺ അല്ല, വെറും 1 മാത്രമാണെങ്കിൽ അതിനെ പ്രൈം നമ്മളെന്താണ് കോ പ്രൈം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനെ നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോ പ്രൈം നമ്പേഴ്സ് ആണ് ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് 7ഉം 16ഉം ഇത് രണ്ടും കോ പ്രൈംസ് ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എന്താണ് 7 × 16 എത്രയാണ്? നമുക്ക് 7 × 16 എത്രയാണ്? 112 അല്ലേ? 112 ആണ് 7 × 16. അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 7 × 16. എന്നിട്ട് ഈ രണ്ട് നമ്പറിൻ്റെ എന്താണ് അത് രണ്ടും കോ പ്രൈം എന്നും തന്നിട്ടുണ്ട്. ആ രണ്ടും കോ പ്രൈം ആണെങ്കിൽ നമുക്കറിയാലോ ഇതിൻ്റെ കോ പ്രൈം ആണെങ്കിൽ ഇതിൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കുള്ളൂ, വേറെ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ സിമിലർലി ഇവിടെ യാതൊരു എക്സും വൈൻ്റെയും അത് കോ പ്രൈം ആണ്. അപ്പോൾ അതിൻ്റെയും ഫാക്ടർ എന്തായിരിക്കും 1 ആയിരിക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് x × y = 156 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്ക് ആവശ്യം എന്താണ്, ഇവിടെ കോ പ്രൈം ആയതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും അത് 1 ആണ്, അതിൽ സോൾവ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്യും, ഇതിലെന്താണ് സോൾവ് ചെയ്തിരിക്കണേ അല്ലേ? ഇതിൻ്റെ ആൻസർ എന്താണ്? കോ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് നോക്കണം. കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര ആയിരിക്കും? 1. ഓക്കെ, ശരി. അടുത്തത് ഇത് അഗെയിൻ അടുത്ത നമ്പർ സെയിം 2 co-prime numbers is 153. അപ്പോൾ HCF of 2 co-prime numbers 153 ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ HCF എത്ര ആയിരിക്കും? 1 ആണ്. HCF of 2 co-prime numbers is always 1. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. അത് വേണമെങ്കിൽ ഞാൻ എഴുതാം. HCF of 2 അല്ലെങ്കിൽ 2 അല്ല co-prime numbers അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാപ്പാടം അല്ല പഠിക്കാൻ ഉദ്ദേശിക്കേണ്ടത്, കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നെക്സ്റ്റ് ടൈപ്പ് എന്താണ്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? there are 3 prime numbers. 3 പ്രൈം നമ്പർ ആണ് ഉണ്ടെന്ന് പറഞ്ഞത്. 3 പ്രൈം നമ്പേഴ്സ്. ഓക്കെ, the product of first number is 15 and the product of last 2 numbers is 55. Find the second number. രണ്ടാമത്തെ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്ക്, അവർ പറഞ്ഞാൽ നമുക്ക് 3 പ്രൈം നമ്പർ ഉണ്ട്. നമുക്ക് എന്താ ചെയ്യാം? പ്രൈം നമ്പറിനെ എടുക്കാം. എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ്? ഇതിൽ പ്രൈം നമ്പർ നമുക്ക് എടുക്കാം A, B എന്നിട്ട് C. ഫസ്റ്റ് 2 നമ്പേഴ്സ് ദാറ്റ് ഈസ് A × B എത്ര തന്നിട്ടുണ്ട്? ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഈസ് 15 അല്ലേ? 15. എന്നിട്ട് B × C എത്രയാണ് തന്നിട്ടുള്ളത്? B × C എത്രയാണ് തന്നിട്ടുള്ളത്? ലാസ്റ്റ് 2 ദാറ്റ് ഈസ് 55. അപ്പോൾ 55. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല. നമുക്കൊരു കാര്യം അറിയാം, എന്താണ് കോമൺ ആയിട്ട് ഇതിൽ രണ്ടിലും B ഉണ്ട്. കോമൺ ആയിട്ട് എന്താണ് രണ്ടിലും B ഉണ്ട്, പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ കോമൺ വരുള്ളൂ, വേറെ ഒന്നും കോമൺ വരാൻ സാധ്യതയില്ല. കാരണം പ്രൈം നമ്പേഴ്സ് അല്ലേ, അപ്പോൾ എന്തായാലും വേറെ ഒന്നും കോമൺ കാണൂലല്ലോ. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിരിക്കും ഇതിൽ? B തന്നെ ആയിരിക്കും അല്ലേ? B തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്താൽ പോരെ, ഇതിനെ കിട്ടിയാൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിച്ചൂടെ? ഇതാണ് സെക്കൻഡ് നമ്പർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് നമ്പറിനെ കണ്ടുപിടിക്കാൻ ഇത് രണ്ടിനെ HCF എടുത്താൽ പോരെ? കാരണം HCF എന്താണ്? B തന്നെ ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? രണ്ടിലും ഹയസ്റ്റ് ആണ്, കോമണും ആണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ള സംഖ്യ എന്താണ്? അല്ലെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? B മാത്രമാണ്. അപ്പോൾ അത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അവിടെ എന്താണ്? അവിടെ B ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോമൺ എന്താണെന്ന് നോക്കണം. 5 അല്ലേ? അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും അത്? 5 രണ്ടിലും കോമൺ അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡിഫറൻസ് എടുക്കണ്ട. ഓക്കെ, ശരി. ഇതിനെ 3ഉം 5ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3ഉം 5ഉം. അപ്പോൾ 3 കൊണ്ട് തന്നാൽ കട്ടാവില്ല, 5 കൊണ്ട് കട്ടാവും. അപ്പോൾ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എന്താണ്? 5. ഓക്കെ, അപ്പോൾ ഇവിടെ B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. B = 5 എന്ന് കിട്ടി. ഫൈൻ. ഇനി നമുക്ക് ഫസ്റ്റ് നമ്പർ A കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ, B കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ബൈ B. B എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? 15/B ദാറ്റ് ഈസ് 5. ഓക്കെ, അപ്പോൾ എത്ര വരും? 3. അപ്പോൾ 3 വരും. അപ്പോൾ A എത്രയാണ്? A = 3 എന്നാവും. ഓക്കെ, ശരി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? 55. ഇനി ഇതും അഗൈൻ എന്ത് ചെയ്യണം? B കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ബൈ B. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 55/5 ഈക്വൽ ടു എത്രയാണ്? 11. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? C എന്ന് പറഞ്ഞാൽ 11 എന്നുള്ള ആൻസർ കിട്ടും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇത് അടുത്ത ക്വസ്റ്റനിൽ പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്വസ്റ്റൻ കൂടെ നമുക്ക് ചെയ്യാം. എത്രാമത്തെ ക്വസ്റ്റൻ ആണ്? ഓക്കെ, സോറി, എവിടെ പോയി? ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റൻ ആണിത്? 18ാമത്തെ ക്വസ്റ്റൻ. ഓക്കെ, 25 ക്വസ്റ്റൻ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എന്താണ് ഇത്? എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 നമ്പർ ഈസ് 143. ഓക്കെ, രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ നമ്പേഴ്സ് എടുക്കാം. എന്താണ്
ഏതൊക്കെ നമ്പേഴ്സാണ്? എ ബി സി ആണെന്ന് വെച്ചോ നമ്പേഴ്സ്. അപ്പോൾ എ ഇൻറ്റു ബി എത്രയാണ് പറഞ്ഞിങ്ങനെ? എ ഇൻറ്റു ബി എത്ര പറഞ്ഞിങ്ങനെ? 143. എന്നിട്ട് നമ്മൾ ബി ഇൻറ്റു സി എത്രയാണ് പറഞ്ഞിങ്ങനെ? 221. ഇനി നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എന്ന് തന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും ഫൈൻഡ് ദ തേർഡ് നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സി. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നമ്പർ എയും എ ബിയും എ ബി ഉണ്ട് 56ഉം 32. ഇങ്ങനെ രണ്ട് സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സംഖ്യയിൽ കോമൺ ആയിട്ടുള്ള കാര്യം, ഹയസ്റ്റും കോമൺ ആയിട്ടുള്ളതിന് എന്താണ് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും അല്ലേ? ഞാൻ ഇപ്പോൾ എനിക്ക് വന്ന് സ്ക്രീനിൻ്റെ വെളിയിൽ പോകണം എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് നമ്പർ 32ഉം 56ഉം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലെന്താണ് 4 കോമൺ ഫാക്ടർ വരുന്നത്? അത് വേറെ എന്തെങ്കിലും വരുമോ? 8 വരും അല്ലേ? 8. ഓക്കെ, ശരി. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 8 ആണ്. അപ്പോൾ 8 ആണ് നമ്മൾ എന്താണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ആ രണ്ട് സംഖ്യ, ദാറ്റ് ഈസ് 8 × 4ഉം 8 × 7ഉം. അപ്പോൾ ഇതെന്താണ്? രണ്ടിലും അതേ സംഖ്യ കോമൺ ആണ്. അതാണല്ലോ ഇവിടെ നടക്കണത്. എന്താണ്? രണ്ടിലും അതേ സംഖ്യ കോമൺ ആണ്. മനസ്സിലായ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്? ആ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. ബി രണ്ടിലും കോമൺ ആണ്. അപ്പോൾ രണ്ടിനെയും ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? രണ്ടിൻ്റെയും HCF എടുത്താൽ പോരെ? ഇതിൻ്റെ രണ്ടിൻ്റെ HCF എടുത്താൽ പോരെ? അപ്പോൾ HCF എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ HCF എടുക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് 1 കൊണ്ട് പോകില്ല, 1 കൊണ്ട് പോകും ഓബ്വിയസ്ലി, 2 കൊണ്ട് പോകില്ല, 3 കൊണ്ട് പോവുക, 23 പോകില്ല, 3 പോകില്ല, 4 പോകില്ല, 5 പോകില്ല, 6 പോകില്ല, 7 പോകില്ല, 8 പോവോ? ഇല്ല. 9, 7, 8 ഇല്ല, പോകില്ല. 9 പോകില്ല, 10 പോകില്ല, 11 യെസ് 11 പോകും. കാരണം നോക്ക് 1 + 3 4, 4 - 4 എത്രയാണ്? 0. അപ്പോൾ 11 കൊണ്ട് പോകും. 11 × എത്രയാണത്? 12 അല്ലേ? 11 × 12. ശരി, 143. അപ്പോൾ അതൊരു ഫാക്ടർ നമുക്ക് കിട്ടി. ഇനി ഇതിൽ ഇവിടെ എന്ത് വരുമെന്ന് നോക്കണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? എന്തായാലും 12 ഇവിടെ ഉള്ള സ്ഥിതിക്ക് 12 കൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. 11 × 12 ആണ്. 3 പ്രൈം നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കണേ? 11 × 12 അല്ല സോറി, 11 × അങ്ങനെ ഒരു കാരണവശാലും വരില്ലല്ലോ. സോറി മൈ മിസ്റ്റേക്ക്. 11 × 12 അല്ല, 11 × 13 ആണ്. ഓക്കെ, മൈ മിസ്റ്റേക്ക്, സോറി. അപ്പോൾ അതൊന്ന്. അപ്പോൾ 11 കൊണ്ട് നമ്മൾ നോക്കാം 11 ആണോ ബി അതോ 13 ആണോ ബി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇനി 11 കൊണ്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനെ ആഡ് ചെയ്യുക. എന്താണ്? 3 - 2 എന്ന് പറഞ്ഞാൽ 1 വരും. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11 നോർ ഇറ്റ് ഈസ് 0. അപ്പോൾ അതുകൊണ്ട് അത് 11 ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? ബി = 13 എന്നുള്ള നമുക്ക് ആൻസർ കിട്ടി. കാരണം അങ്ങനെ മനസ്സിലായല്ല. ഇനി ഇതിനെ ബി മനസ്സിലായല്ല. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്താണ്? 13 ആണ്. വേണമെങ്കിൽ ചെയ്ത് നോക്ക്, ഡിവൈഡ് ചെയ്ത് നോക്ക്. 221/13 1, ഇത് 1 ടൈംസ്. അപ്പോൾ ഇവിടെ എത്രയാണ്? ബാക്കി 7, 8, 9 91 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 തവണ 17. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം എന്താണ് ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ? സീൻ്റെ വാല്യൂ 17 എന്ന് കിട്ടി നമുക്ക്. കാരണം എന്താണ്? 13 × 17 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 221 കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ 13, സി എന്ന് പറഞ്ഞാൽ 17, പിന്നെ ഇവിടെ എ എന്ന് പറഞ്ഞാൽ നീ കണ്ടുപിടിക്കണം. എന്താണ്? കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കല്ലേ. എ എന്ന് പറഞ്ഞാൽ 11, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 13, എ എന്ന് പറഞ്ഞാൽ 11, എന്നിട്ട് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സോറി, ക്വസ്റ്റ്യൻ കട്ടാകും. ഓക്കെ, സോറി ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് ടൈമർ ഇടണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് നമ്പേഴ്സാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും ചിലപ്പം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്പർ ഈസ് പ്രൊഡക്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്പറിൻ്റെ
എ ഇൻറ്റു ബി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 323. ഓക്കെ ശരി. പിന്നെ ബി ഇൻറ്റു സി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് 437. ഓക്കെ 437. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി കോമൺ ആണ് രണ്ടിലും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ HCF എടുത്താൽ തന്നെ നമുക്ക് ബീൻ്റെ വാല്യൂ കിട്ടും. HCF എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനാദ്യം സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് ചെറിയ സംഖ്യ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക അല്ലേ? ഡിഫറൻസ് അല്ലേ എളുപ്പം? ഇത് ചെറുതാണല്ലോ ഡിഫറൻസ്. ഡിഫറൻസ് എത്ര വരും? 100 115 അല്ലേ? 115 തന്നെ 115. ഓക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ പറയണേ. 115 114 ആണ്. 114. ഓക്കെ സി ചിലപ്പോഴൊക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും എഴുതും. പക്ഷെ ഞാൻ പറഞ്ഞേക്കണ മെത്തേഡ് ഓർമ്മിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ കമൻറ്റിൽ പറയുക. ചിലപ്പോൾ എനിക്ക് ഇവിടെ ഫുൾ വ്യൂ കിട്ടാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 323 എന്നിട്ട് 437 കറക്റ്റ് തന്നെയല്ല? 33 ഓക്കെ ശരി കറക്റ്റ് തന്നെ. 114 ആണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം? 114 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? ഇവിടെ ഈവൻ നമ്പറാണ്, ഇവിടെ ഓഡ് നമ്പറാണ് രണ്ടിടത്തും. അതുകൊണ്ട് തന്നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? 114 എന്താവും? 2 ടൈംസ് എടുക്കുകയാണെങ്കിൽ എത്രയാവും? 5 എന്നിട്ട് ഇവിടെ 7 57 അല്ലേ? 57 ഉണ്ട്. അത് ഡിവൈഡ് ആവുമോ? മോസ്റ്റ്ലി ആവും. കാരണം അതെന്താണ്? 57 അല്ല, 57 പ്രൈം നമ്പർ അല്ലല്ലോ. അത് 19 into 3 ആണ്. അപ്പോഴാണെങ്കിൽ ഫർദർ ഡിവൈഡ് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് എളുപ്പത്തിനുണ്ട്. 19ഉം 3 ഒക്കെ. കാരണം 57 കൊണ്ട് കട്ട് ചെയ്യാൻ പാടായിരിക്കും അല്ലേ? 3ൻ്റെ ഡിവിസിബിലിറ്റിയിൽ പോവോ? ഇല്ല, ഇത് രണ്ടും പോവില്ല. അപ്പോൾ ഓബ്വിയസ്ലി 57 ആയിരിക്കില്ല. 19 ഉണ്ട്, പോവാന്ന് നോക്കാം. 19 1 ടൈംസ്. പിന്നെ വരണത് 133 അല്ലേ? 133 19 കൊണ്ട് പോവില്ലേ? നോക്കാം. 323 തന്നെയല്ലോ? 323 ആണല്ലോ നമ്പർ. ഓക്കെ 19 1 ടൈംസ് ഇത് 133 തന്നെ 133 ആണ്. 133 ആണെങ്കിൽ 19 എത്ര ടൈംസ്? 93 ആണെങ്കിൽ 7 ടൈംസ് വേണം. 7 9 63 6 7 1 7 6 എന്ന് പറയുമ്പോൾ 13 കറക്റ്റ്. 133 എന്ന് പറഞ്ഞാൽ 7 ടൈംസ് 17. ഓക്കെ ശരി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സംഖ്യ കിട്ടും. എന്താണ്? ഒന്ന് 19, ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയതാണ് 19 ആണ്. എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ കട്ട് ചെയ്യുക. നമ്മളിപ്പം കട്ട് ചെയ്തതാണ് 19 ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17. എന്നിട്ട് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 437 ഡിവൈഡഡ് ബൈ 19 ഡിവൈഡ് ചെയ്യണത് എന്താണ്? ഇവിടെ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ്? ഇവിടെ താഴെ വന്നിട്ട് ഡിവൈഡ് ആവും ബൈ ബി. ഓക്കെ അതാണ് ചെയ്യണത് നമ്മൾ. ഇവിടെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താണ്? 1 ടൈംസ്. ഇവിടെ എത്രയാണ്? 2 ടൈംസ് അല്ലേ? 2. പിന്നെ ബാക്കി വരുന്ന എത്രയാണ്? 38 ആവും. 38 എന്ന് പറയുമ്പോൾ 2 5 57 എന്ന് പറഞ്ഞാൽ 3 ടൈംസ്. അപ്പോൾ 23. അപ്പോൾ 3 പ്രൈം നമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? 17 19 എന്നിട്ട് 23. ഓക്കെ ഇതാണ് നമ്മളെ പ്രൈം നമ്പേഴ്സ്. കാരണം മനസ്സിലായി നിങ്ങൾക്ക്? 3 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 17 19 23. ക്ലിയർ ആണോ? ശരി ഓക്കെ ഫൈൻ. ഇനിയുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം ഹോംവർക്ക് ആണ്. ഓക്കെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇത് വരാം. ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്. അത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ ആൻസർ സൊല്യൂഷനോടെ ഞാൻ എല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ ടെലിഗ്രാം ചാനലിൽ തന്നെ ഇട്ടേക്കാം. നിങ്ങൾ അതൊന്ന് തനിയെ സോൾവ് ചെയ്തതിന് ശേഷം എന്താണ് ആ സൊല്യൂഷൻസ് നോക്കുക. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ ആ സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ടെലിഗ്രാമിൽ നോക്കുക. ഞാൻ ഫുൾ സോൾവ് ചെയ്ത് അതിൽ ഇട്ടേക്കാം. ഓക്കെ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ 3 കോൺസെപ്റ്റ് അല്ലെങ്കിൽ 3 ടൈപ്പ് HCFിനെ പഠിച്ചു. ഇനിയും വരാൻ പോണ ക്ലാസ്സുകളിൽ കുറെ കൂടെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അപ്പർ ലെവൽ ഹയർ ലെവലിലുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മൊത്തം കോൺസെപ്റ്റ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. പിന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും നമ്മൾ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് RRB NTPC RRB പിന്നെ SSC ബാങ്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ കോഴ്സസ് ആണെങ്കിൽ 2499 rupees ആണ് ഓൺലൈൻ കോഴ്സിന്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഓഫ്ലൈൻ നമ്മൾ എല്ലാം കൂടെ കമ്പൈൻഡ് ആണ്. ബാങ്ക് SSC RRB എല്ലാം കമ്പൈൻഡ് ആണ് ഉദ്ദേശിക്കുന്നത് 2999 rupees ആണ് നിലവിൽ. അപ്പോൾ ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. അതുകൊണ്ട് നിങ്ങളത് നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളൊന്ന് അത് ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഓഫർ ഉണ്ടോ ഇല്ലെന്ന് അല്ലെങ്കിൽ ആ ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടോ ഇല്ലെന്നൊന്ന് നോക്കുക. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് ഞാൻ എന്തായാലും ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കീ ഇട്ടേക്കാം. അപ്പോൾ ആ കീ വെച്ച് നിങ്ങൾ
കണ്ടെത്തുക. ഓക്കെ, ആൻസർ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ആൻസർ ഈ PDF ഡൗൺലോഡ് ചെയ്യുക. PDF ഫോമിലായിരിക്കും തന്നിരിക്കുന്നത് ഈ ക്ലാസ് നോട്ട്സ്. അതിനെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്തതിൽ കറക്റ്റ് ആണോ ശരി തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.